ആ ഭദ്രാമേ വേറെ പോണ് മോനാ ഇനി അതേ കട വരെ മോനോട് പോയി ഞാനൊരു കടയിൽ പോയതാണ്. അല്ല നന്ദു ഇന്നലെ പോയല്ലേ? ആ മോനെ ഇന്നലെ പോയവൻ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫോണേക്കുമ്പോ ഒന്നും കാണാൻ പറ്റിയില്ല. ഇന്നലെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നിട്ട് അവനിപ്പോ എങ്ങനെ പോയിട്ട് 2 വർഷത്തിലാണോ അല്ലെങ്കിൽ 1 വർഷം വരുമോ? ഇല്ല 1 വർഷം കഴിഞ്ഞിട്ട് വരും. കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. സത്യം കല്യാണം കഴിഞ്ഞ് പിന്നെ ഗൾഫിൽ പോണതൊരു ഇദ്ദേഹം ഒരാൾ ഇവിടെയും ഒരാളവിടെ ഞാൻ അനുഭവിച്ചാണല്ലോ 9 വർഷത്തോളം. അതെനിക്ക് ശരിക്കും അറിയാം. എന്തായാലും വരട്ടെ എന്തായാലും. അല്ല മരുമോളകിന്റെ മാളും അവളുടെ കരച്ചിലാണ്, മുറി കിടന്ന് കരയണേന്ന്. ആശ്വസിപ്പിക്കാനല്ലേ മോനെ പറ്റുള്ളൂ. ഉണ്ടാവൂല സങ്കടം ഉണ്ടാവൂല. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 1.5-2 മാസം അപ്പോഴേക്കും പോവാന്ന് പറയുമ്പോ ഭയങ്കര വിഷമമായിരിക്കുള്ളൂ. അല്ല അവളോട് പറഞ്ഞേക്ക് വിഷമിക്കൊന്നും വേണ്ട. ഒരു പ്രവാസിയുടെ ഭാര്യയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ഉണ്ടല്ല എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോടൊക്കെ പറഞ്ഞാൽ മതി. അന്റെ പിന്നെ വേറെ ഒന്നുമില്ല. എന്നാ ശരി ഞാൻ ചെല്ലട്ടെ. ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ കണ്ട അവന് വിശേഷങ്ങളൊന്നും ചോദിക്കാറില്ല. ഒന്നും മിണ്ടണ്ട് പോണ ആളാണ്. ഓ ഇപ്പൊ എന്തൊക്കെ അവൻ അറിയണം. നീ എന്താടി വിലാസിനെ വിളിച്ചത്? ഞാനേ അപ്പുറത്തായിരുന്നു. എടി നീ അറിഞ്ഞ നമ്മുടെ ശാന്തയുടെ മരുമോളെ ഒളിച്ചോടി പോയിടി. ഒളിച്ചോടി പോയിന്നാ? ആ ഇതെപ്പാ? എടി ഇന്നലെ. ദൈവമേ, ഷോ അത് നല്ലൊരു കൊച്ചായിരുന്നില്ലേടി? നല്ലൊരു കൊച്ചി. മിണ്ടാപ്പൂച്ചനെ പോലെ ഇരുന്നിട്ടേ കാലം ഉടച്ചു കളഞ്ഞ പെൺകൊച്ചി. എന്റെ ദൈവം, പിള്ളേരൊക്കെ ഉള്ളതല്ലേ ഇനി? പിന്നെ 2 എണ്ണല്ലേ കുഞ്ഞു പിള്ളേര്. ദൈവമേ, ആ കൊച്ചിന്റെ കാര്യം നോക്കണ്ട, പെണ്ണ് പോയല്ല. ഇതെങ്ങനെ ഇവിടെ വെച്ച് എങ്ങനെ ഇരുന്നടി? എടി ഇന്നലെ വീട്ടിൽ പോണ് അമ്മനെ കാണണോന്നൊക്കെ പറഞ്ഞിട്ടും അവളവിടെ നിന്ന് ഇറങ്ങിയതാണ്. വൈകുന്നേരം തൊട്ട് ഇവിടെ കാണുന്നില്ല. പിന്നെ ആ ചെറുക്കൻ അവളുടെ വീട്ടിലൊക്കെ വിളിച്ചു നോക്കിയപ്പോ അവൾ അവിടെ എത്തിയിട്ടില്ല. പിന്നെ അവര് കിടന്ന് അന്വേഷിച്ചൊക്കെ പിടിച്ച് വന്നപ്പോഴാണ് പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്ത്. അതെല്ലേ? അന്വേഷിച്ച് വന്നപ്പോഴാണ് പെണ്ണൂർ ചെറുക്കൻ്റെ ഒപ്പം പോയി. ആ വീട്ടിലത്തെ അവസ്ഥ അവന്റെ ഒന്നും പറയണ്ടല്ലേ. ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ കണക്കാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നീയും സൂക്ഷിച്ചോട്ടാ. എന്റെ മരുമോളുണ്ട്. 1ാമത് അവൻ ഗൾഫിലുമാണ്. പെൺപിള്ളേരുടെ കാര്യമാണ്, പറയാനൊന്നും പറ്റൂല. എപ്പോഴാണ് മനസ്സൊക്കെ ചാഞ്ചാടണെന്നൊന്നും ആർക്കും പറയാൻ പറ്റൂലട്ടാ. അവസാനം നിന്റെ മോൻ വിഷമിക്കാനുള്ള ഒരു ഇടവെടുത്തത്. ഞാൻ ശ്രദ്ധിച്ചോളാം എന്തായാലും അവളെ. അവളുടെ മേത്തേ ഒരു കണ്ണേം വെച്ചോളാം. അത് നല്ലതാണ്. എങ്കിൽ ശരി, എന്തെങ്കിലും വിശേഷം വിളിക്ക്. ഞാൻ വിളിക്കാം. ശരി എന്നാ. ശരി. എന്നാലും ഇപ്പത്തെ പെൺപിള്ളേരെ പാവം, ആ കൊച്ചുങ്ങളെ വരാൻ പെണ്ണുകൾ ആലോചിച്ചില്ല. ഇവിടെ നിന്നിട്ട് എന്തായാലും കണ്ണു വേണം. അവളില്ലാത്തതല്ലേ, എന്തെടുക്കണമെന്നാവും. അവളെന്തെടുക്കണമെന്നാവോ? എന്തായാലും ഇനി ചെന്ന് നോക്കാം. ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കണല്ല. ആർക്കണം അവൻ മെസ്സേജൊക്കെ അയക്കണേ. മോളെ. എന്താണെന്ന്? അല്ല മോള് എന്തെടുത്തിരിക്കണേ? അല്ല അമ്മ, ചേട്ടൻ രാവിലെ വിളിക്കാന്ന് പറഞ്ഞേ, ഇത്ര നേരം വിളിച്ചിട്ടില്ല. ഞാനതാണ് നോക്കിയത്. എന്റെ മോളെ, അവൻ പറയണമെന്നുള്ളൂ. അവിടെ തിരക്കൊക്കെ ഇരിക്കൂലേ. എന്നോടൊക്കെ ഇന്നലെ രാത്രി അമ്മേ നാളെ രാവിലെ വിളിക്കാട്ടാന്നൊക്കെ എപ്പോഴും പറയും. വിളിക്കൂല. അവന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് റൂമിലൊക്കെ ചെന്ന് ഒരു ഉച്ചയൊക്കെ ആവുമ്പോഴേ അവൻ വിളിക്കുള്ളൂ. മോളിങ്ങനെ ടെൻഷൻ അടിക്കണ്ട, നമ്മളീ നോക്കിയിരിക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ. മോളെ, അടുക്കള പറഞ്ഞ പച്ചക്കറി വെച്ചിട്ട് ഒന്ന് അരിഞ്ഞ അമ്മേനൊന്ന് സഹായിക്കും. ഇത് നോക്കി ഇരുന്നോട്ട് എന്തിനാ, അവൻ വിളിച്ചോളൂന്നേ. അത് മതി, നീ ചെല്ലി അങ്ങോട്ട് വാ. കൊച്ചിന്റെ കാര്യം ആരെ വിളിച്ചെന്ന് നോക്കാം. ആരെയാണ് നോക്കൂ, ലോക്കിട്ടേക്കാണല്ലോ കൊച്ച്. മാളു, ഇത് കണ്ണൻ ചേട്ടനാ? ചേട്ടൻ ഇപ്പൊ കാണാറില്ലല്ലോ. ഒന്നും പറയണ്ട, ഈയിടെയായിട്ട് കുറച്ച് ഓട്ടത്തിന് തിരക്കാണ്. അല്ല, ചേട്ടനെ ഗൾഫിലേക്ക് പോണ സമയത്ത് കണ്ടില്ല. കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞ ആളല്ലേ എയർപോർട്ടില്? ഞാനും വിചാരിച്ചാണ് അവനെ എയർപോർട്ടിൽ കൊണ്ടാക്കാനൊക്കെ വന്നെന്ന്. പക്ഷെ അന്നൊരു ഓട്ടം വന്ന് എന്ത് ചെയ്യാനാണ്. ഞാൻ അമ്മനെ കണ്ടപ്പോ പറഞ്ഞായിരുന്നത്. അമ്മനോട് പറഞ്ഞ? അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ല.
ഭയങ്കര സങ്കടത്തിലാണല്ല. ചെറിയൊരു വിഷമമുണ്ട്. പെട്ടെന്നല്ലേ പോയത്. 1 മാസമല്ലേ ലീവ് കിട്ടിയുള്ളൂ. നോക്കിയതാണ് 2-3 മാസം കിട്ടുന്നത്, പക്ഷെ കിട്ടിയില്ല. അതങ്ങനെയാണ്, വിഷമം ഉണ്ടാവും. എനിക്ക് നന്നായിട്ട് അറിയാത്. ഞാനും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഗൾഫിലോട്ട് പോയ ഒരാളല്ലേ. 9 വർഷമാണ് ഗൾഫിൽ ചെന്നത്. പിന്നെ എന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കരച്ചിലായിരുന്നു. ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് പോകാന്നും പറഞ്ഞോണ്ട് മതിയായെന്ന് പറഞ്ഞിട്ടൊക്കെ. പക്ഷെ കുറച്ച് നാളെ അങ്ങനെയൊക്കെ പോയി. കൊച്ചായി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എനിക്കും അവിടെ നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഓർത്ത് എന്താണ് നാട്ടിലിപ്പോ കിട്ടുന്നത് തുച്ഛമായ വരുമാനമാണെങ്കിലും കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് കഴിയാന്നോർത്ത് അങ്ങനെ രണ്ടും കൽപ്പിച്ച് വന്നാണ് ഞാൻ നാട്ടിലോട്ട്. അതുകൊണ്ട് വേറെ ആർക്കും നിങ്ങളുടെ ബുദ്ധിമുട്ടും വിഷമവും മനസ്സിലായില്ലെങ്കിലും എനിക്കും മനസ്സിലാവും, എന്റെ ഭാര്യക്കും. ഇനി സംസാരിക്കണമെന്നാവോ? ഒന്നും കേക്കണില്ല. ഇനി എന്തെങ്കിലും എന്നോട് പറഞ്ഞാ പോരെ. എന്നോട് പറയണ എന്തിനാന്നാവോ? ശരിയാണ്, നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മളെവിടെയെങ്കിലൊക്കെ പോകുമ്പോ ഇനിയിപ്പോ ഒറ്റക്ക് പോകണ്ടേ. അതും പോകുമ്പോ എല്ലാവരും ഇനി അവൻ പോയല്ലേ, ഞാൻ എന്നാണ് വന്നത്. ആ ഒരു ചോദ്യം കേൾക്കുമ്പോഴില്ലേ ചങ്കങ്ങ് പെടയും. അന്നൊരു കാര്യം ചെയ്യാറില്ലേ, അവനോട് പറ ഒരു മാസത്തേക്ക് 2 മാസത്തേക്ക് വിസിറ്റ് തരാൻ. എന്നിട്ട് ചെല്ലി. അല്ല അങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ? പിന്നെ പറ്റൂലേ? പറ്റൂന്നുണ്ടെങ്കിൽ അവിടെ ജോലി നോക്കും. മാള് പഠിച്ചേ? മാളെ പഠിച്ചേ? ഞാൻ BSMLT പഠിച്ചാണ്. ആഹാ, അവിടെ ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ നല്ല സാലറിയും കിട്ടും. അവിടെ നോക്ക്. അങ്ങനെ 2 പേർക്ക് പിന്നെ ഒരുമിച്ച് അവിടെ നിൽക്കാല. ചേട്ടനോട് ഞാനൊന്ന് ചോദിച്ചോ. സംസാരിക്കേ. അപ്പൊ അവനും എന്താ പറയാ, ഒരു വരുമാനം കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയല്ലേ നല്ലത്. പക്ഷെ അവിടെ ഇപ്പൊ ചേട്ടൻ റൂമിൽ എല്ലാവരും കൂടിയൊക്കെ നിൽക്കുന്നതാണ്. അല്ല, അത് കമ്പനിയിൽ സംസാരിച്ച് അക്കോമഡേഷൻ കിട്ടുമെന്ന് നോക്ക്. അവനവിടുത്തെ മാനേജർ അല്ലേ, അപ്പൊ എന്തായാലും ഇപ്പൊ സംസാരിച്ചാൽ കിട്ടാതിരിക്കൊന്നുമില്ല. ചേട്ടനോട് ഞാൻ ചോദിച്ചോ. ചോദിക്കേ. ഈ സങ്കടം മാറി കിട്ടുക. ഈ 2 പേരും അപ്പുറം ഇപ്പുറം കേട്ട് നിന്നെങ്കിലേ അതൊരു ജീവിതത്തിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. എന്നാ ചേട്ടൻ വിളിക്കട്ടെ, ചോദിക്കാട്ടാ. എന്നാ ശരി, ഞാൻ ചെല്ലട്ടെ. ഓക്കെ. അമ്മേ. എവിടെയാണ്? എന്താ മോളെ? അതില്ലേ, ഞാൻ നാളെ എന്റെ വീട്ടിലേക്ക് പോകട്ടാ. എന്താണ്? അവിടെ കുടുംബക്ഷേത്രത്തില് പൂജയുണ്ട്. അതെ, ഞാൻ രാവിലെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ചുവരാം. ഉച്ചക്ക് അവിടെ സദ്യയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വരാം. അല്ല, നീ മോനോട് പറഞ്ഞായിരുന്നാ? ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ടായിരുന്നു. ചേട്ടൻ അപ്പൊ തന്നെ പോയിക്കോളാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു ചെല്ലാനേ. അതുകൊണ്ടാണ്. ദൈവമേ, ഇന്നവിടെ എങ്ങാനും കറങ്ങാൻ പോവോ ആരുടെങ്കിലും ഒപ്പം? അല്ല മോളെ, നാളെ എപ്പോഴാ പോണേ മോൻ? ഞാനപ്പോ രാവിലെ പോരാന്ന്. അതെല്ലേ, അമ്മയും വരാ മോന്റെ ഒപ്പം. അതെ, കുറെ നാളെ അമ്മ വിചാരിക്കണ് മോന്റെ കുടുംബക്ഷേത്രത്തിലൊക്കെ ഒന്ന് തൊഴാനായിട്ടേ. അപ്പൊ മോള് പോണേണല്ല, അമ്മയും വരാ. അല്ല, അമ്മ വന്നൊന്നുമില്ല അമ്മേ. അമ്മക്ക് ചിലപ്പോ വന്നാൽ ഞാൻ ബുദ്ധിമുട്ടാം. അവിടെ പൂജ എന്നൊക്കെ പറഞ്ഞ കുറെ നേരം നിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അമ്മ ഇവിടെ നിന്നോ. ഇതൊന്നും ബുദ്ധിമുട്ടല്ല മോളെ. ഇവിടെ ഒറ്റക്കായി പോകൂലേ ഞാൻ. അവിടേക്കുമ്പോ എല്ലാവരെയൊക്കെ കാണാല. ഞാനും വരാം. എന്നാ പിന്നെ അമ്മയും വാ. ഞാൻ വിളിക്കട്ടെ ശരി, പറ. ഞാൻ വന്നിട്ടും നിന്നിട്ടേ അവിടെ പരുങ്ങല് കണ്ടില്ലേ? ഇതന്നെ, എവിടെയെങ്കിലും ആരുടെയൊക്കെ ഒപ്പം കറങ്ങാൻ പോണേരിക്കുള്ളൂ. ഇനി ആ കണ്ണനായിരിക്കും. എന്തായാലും ഫോണ് ഞാൻ പൊളിച്ചെടുത്ത്. അങ്ങനെ ഇപ്പൊ തുള്ളാൻ പോകണ്ട. അയ്യടാ. എന്താണ് ചേട്ടാ കാണണമെന്ന് പറഞ്ഞത്? അത് വേറൊന്നുമല്ല, നന്ദുവിന് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ വിസയുടെ കേസ് പറഞ്ഞത് അതിപ്പോ ശരിയാവൂല എന്ന് പറഞ്ഞു. അടുത്ത വർഷം നമുക്ക് വിസ റെഡി ആയി കൊടുക്കാന്നാണ് കമ്പനിന്ന് പറഞ്ഞത്. ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായി ശരിയാവാൻ ചാൻസ് ഇല്ലാന്ന്. അപ്പൊ അവൻ പറഞ്ഞേ മാളുവിന് എന്തെങ്കിലും ജോലി നോക്കാൻ പറഞ്ഞു. വെറുതെ ഇപ്പൊ ഇവിടെ ഇരിക്കണല്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ജോലി പറ്റേണ്ടി നോക്കാൻ പറഞ്ഞു. അപ്പൊ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ജോലി ഒന്നും കിട്ടണേ നല്ലതാണ് കേട്ടാ. എത്ര നേരമാണ് ഈ ഫോണും നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കണത്. അതെ, എന്റെ ഒരു കൂട്ടുകാരനുണ്ട് ശ്യാം. അവന് ലാബാണ്. നമ്മുടെ പറവൂര് ബസ് സ്റ്റാൻഡില്ലേ, അതിന്റെ ഓപ്പോസിറ്റ് ലാബ് അവന്റെയാണ്. അപ്പൊ അവനവിടെ ഒരു സ്റ്റാഫിന് വേണമെന്ന് പറഞ്ഞു എന്റെ അടുത്ത്. അപ്പോഴാണ് ഞാൻ ഈ മാളിന്റെ കേസ് ആലോചിച്ചത്. അപ്പൊ മാളിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോവാൻ പറ്റുമോ? അതിനെന്താണ്, പോവാലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാളെ ഒരു ഉച്ചക്ക് ഒരു 1 മണിയൊക്കെ ആകുമ്പോഴേക്കേ അങ്ങാട്ടേക്ക് വന്നാ മതി. ഞാൻ അവന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റ് ആയിക്കോളാം. അങ്ങനെ മറ്റന്നാ മുതലപ്പ ജോലിക്ക് കയറാം. ബാക്കി അപ്പൊ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നാളെ നേരിട്ട് കാണുമ്പോ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ക്ലിയർ ചെയ്തോ. ഓക്കെ അല്ലേ? നാളെ കറങ്ങാൻ പോണെന്ന് തോന്നുന്നില്ല. എവിടെ പോണ കാര്യമാണോ പറയണത്?
ശരിയാക്കി തരാടി, നീ ഇങ്ങോട്ട് വാ. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞോട്ടെ. പറഞ്ഞോ. ആ എന്നാ നന്ദി വിളിക്കുമ്പോ പറഞ്ഞേക്കട്ടാ, ജോലിക്കാരൻ ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്ന്. എന്നാ ശരി, പിന്നെ കാണാം. എന്നാ ശരി ചേട്ടാ. ഡി, നീ അവിടെ നിന്നേ, എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. എന്താണമ്മേ? നീയേ അവന്റെ ഇപ്പൊ നാളെ എവിടെ പോകാൻ പോണേണു? എവിടാ? എന്ത്? ആ കണ്ണന്റെ ഒപ്പം. എന്റെ അമ്മേ, കണ്ണൻ ചേട്ടൻ ഒരു ജോലിയുടെ കാര്യമാണ് പറഞ്ഞത്. എനിക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ ചെല്ലണ ആരോട് ആ ചേട്ടനോട് സംസാരിച്ചത്. പിന്നീട് ജോലിക്കാര്യം നിങ്ങൾ രണ്ടുപേരും കൂടി കറങ്ങാൻ പോണേണെന്ന് എനിക്ക് മനസ്സിലായപ്പോ ഞാൻ നിന്നോട് ചോദിച്ചു. അപ്പോഴേക്ക് ആ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി. ജോലിക്കോ? അമ്മേ, അമ്മ ഇത് എന്തൊക്കെയാണ് പറയണത്? ഞാൻ കണ്ണൻ ചേട്ടനൊപ്പം കറങ്ങാൻ പോണ, എനിക്ക് അതിന്റെ എന്താവശ്യമുണ്ട്? ആ ചേട്ടന് കുടുംബമൊക്കെ ഉള്ളതാണ്. പിന്നെ കുടുംബമുള്ളത്, ഈ കുടുംബമുള്ളവരാണ് ഇങ്ങനെയൊക്കെ കറങ്ങാനൊക്കെ നടക്കണത്. എടി, നീ അവനും കൂടി അവിടെ ഇവിടെ നിന്നൊക്കെ സംസാരിക്കണതേ ഞാൻ കാണാറുണ്ട്. അതൊക്കെ നേരത്തെ മനസ്സിലായി. അന്ന് ഇതുപോലെ നീ കുടുംബക്ഷേത്രത്തിൽ പോകണമെന്ന് എന്നോട് നുണ പറഞ്ഞില്ലേ? ഞാൻ വണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും നീ അങ്ങോട്ട് പ്ലേറ്റ് മാറ്റി. നിങ്ങളന്ന് കറങ്ങാൻ വേണ്ടി പോകാൻ പ്ലാൻ ഇട്ടതല്ലേ? പാവം എന്റെ മോൻ, അവൻ അന്യ നാട്ടിൽ പോയി കഷ്ടപ്പെടുന്നു. ഇവളാണെങ്കിൽ കണ്ണി കണ്ട ചെറുക്കന്മാരോടൊപ്പം തുള്ളി എടുക്കണം. ഓ എന്റെ ദൈവമേ, ഞാനിതൊക്കെ കാണണമല്ലോ ഈശ്വരാ. അമ്മേ, നിർത്തിക്കോട്ടാ, കേക്കണേനൊക്കെ ഒരു പരിധി ഉണ്ട്. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടണത്? എനിക്ക് കണ്ണൻ ചേട്ടന് ഒരു ബന്ധവുമില്ല. നമ്മുടെ മനസ്സിൽ ഇങ്ങനത്തെ സംശയം കുറെ നാളായാലും കിടക്കണത്. അതുകൊണ്ടായിരിക്കും ഞാൻ ഫോൺ ചെയ്യുമ്പോ വന്ന് നോക്കല്. ഇടക്കിടക്ക് എന്റെ റൂമിലാ നോക്കണം ഞാൻ എന്ത് ചെയ്യാനാണെന്ന്. എവിടെയെങ്കിലും പോകുമ്പോ എന്റെ ഒപ്പം വരല്. ഞാൻ ഒറ്റക്കാണ് പോയെങ്കിൽ ആ തലക്ക് സോയിരം തരാറുണ്ടാ. മിനിറ്റിന് വിളിച്ചോണ്ടിരിക്കും, എവിടെ എത്തി. ഇതൊക്കെ നമ്മുടെ മനസ്സിലെ സംശയം കൊണ്ടാണല്ലേ. ഇങ്ങനത്തെ സംശയം വെച്ചോണ്ടേ അമ്മ എന്നെ കാണണ്ട. അതൊക്കെ അമ്മയുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്ക്. അമ്മനെ പോലെ കുറെ ആൾക്കാരുണ്ട്, ഭർത്താക്കന്മാര് ഗൾഫിലാണെങ്കിൽ ആ ഭാര്യന സംശയത്തിന്റെ കണ്ണി കൂടി നോക്കല്. അതെ, ഭർത്താക്കന്മാര് ഗൾഫിലാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ പുരുഷന്മാരെ തേടിപ്പോണ്ട കാര്യമില്ല. എന്റെ ഭർത്താവ് ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നതേ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടിയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. 1-2 പേര് തെറ്റിയതെന്ന് പറഞ്ഞോണ്ടേ എല്ലാരെയും ആ കണ്ണി കൂടി കാണരുത്. പിന്നെ ഈ മാതിരി വർത്താനം അമ്മ എന്നെ കുറിച്ച് പറയാൻ നിൽക്കണ്ട. അമ്മ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാല് ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റൂല. അതുകൊണ്ട് അമ്മേ, ഇത് നിർത്തിക്കോ ഇതോടെ. ഈ ഒരു വീഡിയോ ഒരു പ്രവാസിയുടെ ഭാര്യ അവളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന അവളുടെ ജീവിതമാണ്. കുറച്ചുപേർ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ആ കണ്ണിലൂടെ കാണുന്നത് ശരിയാണോ? പ്രവാസിയായ തൻ്റെ ഭർത്താവ് അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നത് തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന സ്ത്രീകളും നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഒരു കണ്ണിലൂടെ കാണാൻ ശ്രമിക്കരുത്. ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിച്ചതും അതുതന്നെയാണ്. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തൂ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.